ഓം നമ ശിവായ. ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് 27 നക്ഷത്രങ്ങളിലെ 5ാമത്തെ നക്ഷത്രമായ മകയിരം നാളുകാരെ കുറിച്ചാണ്. മകയിരം നക്ഷത്രം എന്ന് പറയുന്നത് 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ്. ഇവർ 22 വയസ്സ് വരെ ഇവർക്ക് രാഹുർദശ കാലഘട്ടമായിരിക്കും. ആ രാഹുർദശ കാലഘട്ടത്തിൽ ഇവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തന്നെ വരുന്നതായിരിക്കും. അതിന് ഇവർ ചെയ്യേണ്ടത് 2 കാരറ്റ് ഗോമേതകം 2 ഗ്രാം സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി അത് പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്ത് ശുദ്ധി വരുത്തി അതിന് ശക്തിയും നൽകി അവരുടെ വലത് കൈയുടെ നടുവിരലിൽ ധരിക്കുകയാണെങ്കിൽ ആ വരുന്ന രാഹുർദശയിൽ വരുന്ന ദോഷങ്ങളെല്ലാം തന്നെ മാറി ഇവർക്ക് ഒരു പരിധിവരെ ഗുണം ലഭിക്കുന്നതാണ്. 22 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് വ്യാഴദശ കാലഘട്ടമായിരിക്കും. ആ വ്യാഴദശ കാലഘട്ടത്തിൽ ഇവർക്ക് സമ്പത്ത്, അഭിവൃദ്ധി, ധനം, അതുപോലെ തന്നെ ഗ്രഹം, വീട്, വാഹനങ്ങൾ ഇവയെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. എന്നാൽ ഇവർക്ക് 23 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിൽ ഉന്നതി ഉണ്ടാകും. അത് ഇവരുടെ സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ സർക്കാർ മുഖാന്തരമായിട്ടുള്ളതോ ആയ ജോലികൾ ഇവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അവർക്ക് ജോലി 23 വയസ്സ് കഴിയുമ്പോൾ അഥവാ 24 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് ജോലി ലഭിച്ചിരിക്കും. മാത്രമല്ല ഇവരുടെ 38 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വ്യാഴദശ എന്ന് പറയുന്നത്. ആ 38 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള കാലഘട്ടം ശനിദശ കാലഘട്ടമാണ്. വ്യാഴദശ കാലഘട്ടത്തിൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടായില്ല എങ്കിൽ, വ്യാഴം അനുകൂലമല്ല ജാതകത്തിലെങ്കിൽ അഥവാ ചാരവശാൽ വ്യാഴം അനുകൂലമല്ലാതെ വരികയോ ചെയ്തതിനാൽ ശനിദശ കാലഘട്ടത്തിൽ അവർക്ക് അതിൻ്റെ ഇരട്ടിയായിരിക്കും ലഭിക്കുന്നത്. സാമ്പത്തികപരമായിട്ടും ധനപരമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും അത് വളരെയധികം നേട്ടങ്ങൾ ശനി ഭഗവാൻ അഥവാ ശനീശ്വരൻ ഇവർക്ക് നൽകിയിരിക്കും. അത് ഇവരുടെ ജീവിത അന്ത്യം വരെയും അതിനുശേഷം ഇവരുടെ തലമുറകൾക്ക് അനുഭവിക്കുവാനും സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ആ ശനിയുടെ കാലഘട്ടത്തിൽ ഇവർക്ക് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അഥവാ ശനി ഇവർക്ക് തടസ്സങ്ങൾ വരുന്നു എങ്ങനെ തോന്നുന്നു എങ്കിൽ അവ 2 കാരറ്റ് ഇന്ദ്രനീലം രത്നം വാങ്ങി 2 ഗ്രാം സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി ഇവർ വലത് കൈയുടെ നടുവിരലിൽ ധരിക്കേണ്ടതാണ്. പഞ്ചശുദ്ധി വരുത്തി അതുപോലെ തന്നെ ഇവർ മോതിരവിരലിൻ്റെ അണിയേണ്ടതാണ്. ഇത് കൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവർക്ക് 57 വയസ്സ് മുതൽ അവർക്ക് 74 വയസ്സ് വരെയുള്ള കാലഘട്ടം ബുധദശ കാലഘട്ടമാണ്. ആ ബുധദശ കാലഘട്ടത്തിൽ ബുധൻ അനുകൂലമായിട്ട് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ബിസിനസ് പരമായിട്ടുള്ള മേഖലകളിലേക്ക് കടക്കുകയും അതിലൂടെ അവർക്ക് വളരെയധികം ധനം സമ്പാദിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ബുധൻ ജാതകത്തിൽ അവരുടെ 10ാം ഭാവത്തിലാണെങ്കിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ അതോടുകൂടി ഉണ്ടാകുന്നതായിരിക്കും. ശനി നൽകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ബുധദിശാ കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ അതിനുശേഷം 81 വയസ്സ് വരെ ഇവർക്ക് കേതു ദിശാ കാലഘട്ടവും 81 മുതൽ 102 വയസ്സ് വരെ ശുക്രദിശാ കാലഘട്ടവുമാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ശുക്രദശയിലെല്ലാം തന്നെ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും അതുപോലെ തന്നെ വളരെയധികം ഗുണങ്ങളും ലഭിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ 2 ഘട്ടങ്ങളിലായിരിക്കും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് മധ്യകാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അന്ത്യകാലഘട്ടങ്ങളിലും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ ഇവരുടെ ജീവിതത്തിൻ്റെ മുഖ്യമായിട്ടുള്ളത് ഇവരുടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ ഈശ്വരനെ പ്രാർത്ഥിക്കുക.
ഇവരുടെ പ്രാർത്ഥിക്കേണ്ട ദൈവം എന്ന് പറയുന്നത് അത് ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് ദുർഗാദേവിയാണ്. ദുർഗാദേവിക്ക് വേണ്ടുന്ന പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ദുർഗാദേവിയെ ആരാധിക്കുകയും ദുർഗാ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് വളരെയധികം ഗുണകരമായിരിക്കും. എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9ഉം അതുപോലെ തന്നെ ഭാഗ്യനിറം വെളുപ്പും ഭാഗ്യരത്നം എന്ന് പറയുന്നത് ചെമ്പവിഴവുമാണ്. ഇവരുടെ പക്ഷി പുള്ളും മൃഗം പാമ്പുമാണ്. കരിങ്ങാലിയാണ് ഇവരുടെ വൃക്ഷം. അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഭൂതമെന്ന് പറയുന്നത് ഭൂമിയാണ്. ഇവർ ദേവഗണത്തിൽപ്പെടുന്നവരും അതുപോലെ തന്നെ സ്ത്രീ യോനിക്കാരുമാണ്. എന്നാൽ ഇവരുടെ ബുധദശാ കാലഘട്ടങ്ങളിലും വ്യാഴദശാ കാലഘട്ടങ്ങളിലും എല്ലാം തന്നെ ഇവർക്ക് വളരെയധികം അഭിവൃദ്ധികൾ ഉണ്ടാകുന്നതാണ്. ആ വ്യാഴദശാ കാലഘട്ടങ്ങളിൽ ഇവർക്ക് ദോഷം സംഭവിക്കുന്നുവെങ്കിൽ അഥവാ ഗുണം കിട്ടുന്നില്ല എങ്കിൽ ഇവർ മഞ്ഞ പുഷിരാഗം 2 ക്യാരറ്റ് വാങ്ങി അതും 2 ഗ്രാം സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി പഞ്ചശുദ്ധി വരുത്തി ഇവർ ധരിച്ചു കഴിഞ്ഞെന്നാൽ ആ വ്യാഴദശാ കാലഘട്ടവും അതുപോലെ തന്നെ ഇവർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്നതായിരിക്കും. ഇവരുടെ ജീവിതത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കണ്ണി എന്ന് പറയുന്നത് ഇവർ പ്രധാനമായിട്ടും പൊതുപ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഏർപ്പെടുന്നവരാണ്. ആ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവർ യാതൊരുവിധ സ്വാർത്ഥ താല്പര്യങ്ങളും കാണിക്കാറില്ല. ഇവർ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവരും സാമർഥ്യമുള്ളവരുമാണ്. ഏത് മേഖലകളിലാണെങ്കിലും അത് ധൈര്യത്തോടു കൂടി വിജയിപ്പിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. കൂടുതലായിട്ടും ഇവർ കാർഷിക മേഖലകളിലേക്കായിരിക്കും വ്യാപൃതരാകുന്നത്. ആ കാർഷിക മേഖലകൾ കൊണ്ടുണ്ടാകുന്ന സമ്പത്തുക്കൾ അഥവാ അതിൽ പകുതി ഭാഗം ഫലവും അത് പൊതുജനങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കായിട്ടും അവർ ദാനം ചെയ്യുന്നതാണ്. എന്നാൽ ബന്ധുമിത്രാദികളോട് ഇവർക്ക് വളരെയധികം സഹകരണം ഉണ്ടായിരിക്കുകയില്ല. ആ പൊതുജനങ്ങളോട് കാണിക്കുന്നതിൻ്റെ ഒരംശം പോലും ബന്ധുമിത്രാദികളോട് സ്നേഹമോ അല്ലെങ്കിൽ കാരുണ്യമോ ഇവർ കാണിക്കുകയില്ല. മനസ്സിലുണ്ടായിരിക്കും, ഇവരുടെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാത്ത ഒരു ഭാഗക്കാരാണിവർ. അതുകൊണ്ട് ബന്ധുമിത്രാദികൾക്ക് ഇവരോട് വളരെയധികം അടുപ്പമോ സ്നേഹമോ ഉണ്ടായിരിക്കുകയില്ല. മാത്രമല്ല ഇവരുടെ ഇപ്പോഴത്തെ ദശാസന്ധി നോക്കുമ്പോൾ, ഇപ്പോഴത്തെ രാശി വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഇടവം രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ മിഥുനം രാശിയിലെ ആദിത്യനും ബുധനും വ്യാഴവും നിൽക്കുന്നു. ചിങ്ങം രാശിയിലെ കുജനും കേതുവും നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ കുംഭം രാശിയിലാണ് രാഹു നിൽക്കുന്നത്. അതുപോലെ തന്നെ മീനം രാശിയിലെ ശനി നിൽക്കുന്നു. ഇടവം മകയിരം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ 2 രാശികളിലായിട്ടാണ്. ഒന്ന് ഇടവക്കൂറുകാരും രണ്ടാമത് മിഥുനക്കൂറുകാരും. ഇടവക്കൂറുകാരായിട്ടുള്ള മകയിരം നക്ഷത്രക്കാരുടെ 11ാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അതുകൊണ്ട് ആ ശനീശ്വരൻ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് നൽകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ മിഥുനക്കൂറുകാരായിട്ടുള്ള മകയിര നക്ഷത്രക്കാരുടെ 10ാം ഭാവത്തിലാണ്. അതുകൊണ്ട് അവർക്ക് വളരെയധികം തൊഴിൽ രംഗങ്ങളെല്ലാം തന്നെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇവരുടെ വീട് വളരെയധികം അഭിവൃദ്ധിയുള്ളതും അതുപോലെ തന്നെ വളരെ നല്ല ഒരു വീടും അതുപോലെയുള്ള ചുറ്റുപാടുകളുമായിരിക്കും ഇവർ ഉണ്ടാക്കുന്ന. ഇവരുടെ സ്വന്തം അധ്വാനം കൊണ്ട് ഇവർ സമ്പാദിക്കുന്നതാണ് ഇവയെല്ലാം തന്നെ. ഭൂമി ഉണ്ടാകും ഇവരുടെ പേരിൽ, അതുപോലെ തന്നെ വാഹനങ്ങൾ ഉണ്ടാകും. ഇവർക്ക് സാമ്പത്തികപരമായുള്ള അഭിവൃദ്ധികളെല്ലാം തന്നെ വന്നു ചേരും, തൊഴിൽ ലഭിക്കും. ഇവയെല്ലാം തന്നെ കൂടാതെ ഇവർക്ക് സാമ്പത്തിക ഭദ്രതയുള്ളവരായിരിക്കും. എന്നാൽ ബുധദശാ കാലഘട്ടങ്ങളിൽ ബുധൻ അനുകൂലമാണെങ്കിൽ അത് വളരെയധികം നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബുധദശയിലെ ഇവരുടെ ജാതകത്തിൽ 10ാം ഭാവത്തിലാണ് ബുധനെങ്കിൽ ഇവർ ബിസിനസ് പരമായിട്ടുള്ള രംഗങ്ങളിലേക്ക് മാറുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മാത്രമല്ല ഇവരുടെ
ഇവരുടെ കർമാധിപൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നതും ശനീശ്വരനാണ്. അതുകൊണ്ട് ശനി ഭഗവാൻ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നൽകുന്ന ഒന്നാണ്. ആ ശനി ഭഗവാനെ ഇവർ പ്രാർത്ഥിക്കുകയും ശനി ഭഗവാന് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്. അതുപോലെ തന്നെ ചൊവ്വാ ദിവസവും കൂടാതെ കൊണ്ട് തന്നെ മകയിരം നക്ഷത്രവും ചൊവ്വാ ദിവസവും വരുന്ന ഒരു ദിവസം ഇവർ ചൊവ്വാവ്രതം അനുഷ്ഠിക്കിയാൽ ഇവരുടെ തടസ്സങ്ങൾ മാറുകയും ഭാഗ്യദേവത ഇവർക്ക് അനുകൂലമാകുകയും ചെയ്യും. കൂടാതെ മകയിരം അതുപോലെ തന്നെ അവിട്ടം, ചിത്തിര ഇവർക്ക് അനുബന്ധ നാളുകളാണ്. ആ നാളുകളിൽ ഇവർ ഭദ്രകാളി ഭജന നടത്തുകയും സുബ്രഹ്മണ്യ ഭജന നടത്തുകയും സുബ്രഹ്മണ്യന് വേണ്ടുന്ന വഴിപാടുകൾ നടത്തുകയും ഭദ്രകാളിക്ക് വേണ്ടുന്നതായിട്ടുള്ള ഗുരുതി അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഇവർക്ക് തടസ്സങ്ങളെല്ലാം മാറി വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഇവർക്ക് സന്താനങ്ങളെല്ലാം തന്നെ വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. ആ സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് വളരെയധികം ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കുകയില്ല. എന്നാൽ സന്താനങ്ങൾ കൊണ്ട് ഇവർക്ക് ഗുണം അധികം ഉണ്ടായില്ലെങ്കിൽ പോലും ഇവർക്ക് സന്താനങ്ങൾ മുഖാന്തരം ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല. മാത്രമല്ല ഇവർ പറയാൽത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ അധികം സന്തോഷപ്രദമായിരിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നതല്ല. എന്നാൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അവയെല്ലാം തന്നെ മാറ്റി ഇവർക്ക് വളരെ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഐശ്വര്യവും ഉണ്ടാകുന്നതായിരിക്കും. മാത്രമല്ല 23 വയസ്സിന് ശേഷമായിരിക്കണം ഇവരുടെ വിവാഹം നടത്തേണ്ടത്. അല്ല എങ്കിൽ രാഹുദശ കാലഘട്ടമാകുമ്പോൾ ഇവർക്ക് ചില അസ്വാരസ്യങ്ങൾ ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുവാനും ദാമ്പത്യ ഭിന്നതകൾ വരുവാനുള്ള സാഹചര്യമുണ്ടാകും. അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യുവാനായിട്ട്. അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യയ്ക്ക് വളരെയധികം ഉന്നതമായിട്ടുള്ള സ്ഥാനം ഇവർക്ക് നൽകിയിരിക്കും. അവരുടെ സമ്പത്തുക്കളെല്ലാം തന്നെ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളുടെയും പേരിലോ ആയിരിക്കും. ഇവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇവർ കർക്കശക്കാരായിരിക്കും. കഠിനമായുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവർ ഈ സമ്പത്തുക്കളെല്ലാം തന്നെ നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ വളരെയധികം കർക്കശക്കാരായിരിക്കും. കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇവർക്ക് വളരെയധികം കഴിവുള്ളവരായിരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇവർക്ക് വളരെയധികം സ്വാധീനമുള്ളവരായിരിക്കും. ഇവർക്ക് അറിയാൻ പാടില്ലാത്ത വിദ്യകളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. കാരണം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിത ശൈലി ഉള്ളവരായിരിക്കും ഇവർ. മാത്രമല്ല ഇവരുടെ ജീവിതത്തിലെ അത്യധികമായിട്ടുള്ള ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല. ആ 23 വയസ്സിന് മുൻപുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ ആയിരിക്കുന്നുവെങ്കിൽ അതിനുശേഷമുള്ള കാലഘട്ടം സുന്ദരമായിരിക്കും. ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടവും അന്ത്യകാലഘട്ടവുമായിരിക്കും ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ധനവും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. വീട്, അതുപോലെ തന്നെ ഭൂമി, വാഹനങ്ങൾ, അതുപോലെ തന്നെ സമ്പത്ത് ഇവയെല്ലാം തന്നെ ഇവർക്ക് നൽകിക്കൊടുക്കുന്നത് ശനീശ്വരനായിരിക്കും. കാരണം ഇവരുടെ ഭാഗ്യാധിപനും അതുപോലെ തന്നെ കർമാധിപനും എന്ന് പറയുന്നത് ശനീശ്വരനാണ്. അതുകൊണ്ട് ആ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഇവർ ശബരിമലയിലെ പോയി ഭഗവാന് 1 രൂപയെങ്കിലും കാണിക്ക അർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവിധ ദുഃഖങ്ങളും മാറി ഇവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. ഇവർക്ക് അസുഖങ്ങളൊന്നും തന്നെ അധികം ഉണ്ടാകുന്നവരല്ല. ആ അസുഖങ്ങളെല്ലാം തന്നെ ഭേദിക്കുന്നതിന് വേണ്ടി ഇവർ പ്രാർത്ഥന കൊണ്ടും എല്ലാം തന്നെ ആരാധന കൊണ്ടും നടത്തിയാൽ ഇവർക്ക് മാറുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.